പാകിസ്ഥാന്റെ പ്രകോപനം അത് തുടരുന്നു. ഇന്ത്യ മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരം എന്താണ്? ജമ്മുവിൽ ഡ്രോൺ ആക്രമണ ശ്രമം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ലഭിക്കുന്നത്. അതായത് എല്ലാ ഡ്രോണുകളും ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സൈറൺ അത് അവസാനിച്ചിരിക്കുന്നു. സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതും അത് അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജമ്മുവിൽ ഇപ്പോൾ സൈറണുകൾ കേൾക്കുന്നില്ല. സൈറണുകൾ അവസാനിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഡ്രോൺ പ്രകോപനം അതിപ്പോൾ തീർന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ എല്ലാ ഡ്രോണുകളും എല്ലാ മിസൈലുകളും ഇന്ത്യൻ സേന വെടിവെച്ചിട്ടിരിക്കുന്നു. അത് തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമ്മുവിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ജമ്മു വിമാനത്താവളമാണ്, ഒപ്പം തന്നെ മറ്റ് സൈനിക കേന്ദ്രങ്ങളുമാണ്. ഈ ജമ്മു മേഖലയിൽ ആകെ വലിയ രീതിയിലുള്ള ജാഗ്രതയുണ്ടായിരുന്നു. കാരണം ജമ്മുവിൽ തന്നെ സാംബ മേഖല അടക്കമുള്ളവിടെ ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് തുടരുകയാണ്. ഈ മുൻകരുതലിന്റെ ഭാഗമായി ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ തുടരുന്നുണ്ട്. പക്ഷേ സൈറണുകൾ മുഴങ്ങിയത്, നേരത്തെ സൈറണുകൾ മുഴങ്ങിയത് ഈ ഡ്രോണുകൾ കൂട്ടമായി എത്തിയപ്പോഴും മിസൈലുകൾ എത്തിയപ്പോഴുമാണ്. ഇതെല്ലാം കൃത്യമായി നമ്മുടെ S-400 മിസൈലുകൾ, S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ച് ഇട്ടിരിക്കുന്നു. അതായത് പാകിസ്ഥാന്റെ എയർ ടു ഗ്രൗണ്ട് മിസൈൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ പ്രകോപനത്തെ പൂർണ്ണമായിട്ട്, അതായത് അർജുൻ, ഓൾ ക്ലിയർ സൈറൺ അവിടെ മുഴങ്ങി കഴിഞ്ഞോ? നിലവിലെ സാഹചര്യം മനസ്സിലാക്കി ഓൾ ക്ലിയർ സൈറൺ ആണോ ഇപ്പോൾ മുഴങ്ങിയിരിക്കുന്നത്? പാകിസ്ഥാൻ കൂട്ടമായി നടത്തിയ ഡ്രോൺ അറ്റാക്കുകളെ എല്ലായിടത്തും ഇന്ത്യ നിലംപരിശാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ജമ്മുവിൽ വിമാനത്താവളം ലക്ഷ്യം വെച്ചുകൊടുത്ത് സർവകലാശാലയ്ക്കടുത്ത് ഡ്രോണുകൾ അടിച്ചിട്ടു. 8 മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ സേന തകർത്തിരിക്കുന്നു. പ്രതിരോധ സംവിധാനമായ S-400 സുദർശന ചക്ര അത് തകർത്തെറിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന അവസ്ഥയിലേക്ക് വീണ്ടും എത്തുകയാണ്. ഇതിനുള്ള മറുപടി സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് നൽകിയേ പറ്റൂ. അതിനുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടോ എന്നതാണ്. ഇന്നലെ പൂഞ്ചിലടക്കം നടത്തിയ പ്രകോപനത്തിനാണ് ഇന്ന് രാവിലെ പാകിസ്ഥാൻ വാങ്ങിച്ചത്. അതിനുശേഷവും അവർ ഒരു മര്യാദയുമില്ലാത്ത പ്രവർത്തനം തുടരുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ അവരുടെ ഒരു സംവിധാനങ്ങൾക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഭേദിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്.